പണ്ട് ഏതാണ്ട് ഈ സമയത്ത് ആയിരുന്നു സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഈ ഇളവയിലുമൊക്കെ കൊണ്ട് വഴി സൈഡിലുള്ള നെല്ലി മരത്തിലും കയറി നെല്ലിക്കയൊക്കെ പറിച്ചു തിന്ന് സ്കൂളിലെത്തുമ്പോൾ മിക്കവാറും താമസിച്ചിട്ടുണ്ടാവും. താമസിച്ച് വന്നാൽ തീർച്ചയായിട്ടും ആ നെല്ലിയിൽ നിന്ന് തന്നെ ഒരു വടി ഓടിച്ചുകൊണ്ട് പോരണമെന്ന് അധ്യാപകരുടെ ഉത്തരവുണ്ട്. അന്ന് ആ അടിയൊക്കെ കൊള്ളുന്ന വേദന നെല്ലിക്കയും പച്ചവെള്ളവും കൂടെ കുടിക്കുമ്പോഴുണ്ടാകുന്ന ആ മധുരത്തിൽ അലിഞ്ഞു ചേരുകയാണ് പതിവ്. സത്യത്തിൽ ആ മധുരത്തിന് പകരം വെക്കാൻ ഇന്ന് അന്നത്തെ ആ ഓർമ്മ മാത്രമേ ബാക്കിയുള്ളൂ. പണ്ട് കാട്ടിലും നാട്ടിലും നെല്ലിമരങ്ങൾ ധാരാളമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നെല്ലിക്കാകാലമായാൽ നെല്ലിമരത്തിൽ നിന്ന് തന്നെ നെല്ലിക്ക പറിച്ചു തിന്നുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടമായിരുന്നു. ചിലപ്പോൾ വീട്ടുമുറ്റത്ത് തന്നെ നെല്ലിമരമുണ്ടെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട. ഒരു നെല്ലിക്ക പറിച്ചു നിന്ന് ഇത്തിരി വെള്ളവും കുടിച്ചാൽ ONV ഗാനത്തിൽ പറയും പോലെ എന്തു മധുരം എന്ന് പറഞ്ഞു പോകും. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി ഇതുകൊണ്ട് വർദ്ധിക്കുന്നുവെന്ന് അന്ന് ആരും അറിഞ്ഞില്ല. ഇത്തരം നാടൻ ശീലങ്ങളില്ലാതായതോടെ ഇന്ന് നാം പലതരം രോഗങ്ങളുടെ പിടിയിൽ പെട്ടുപോകുന്നു. ഒരുപാട് പഴകി ഇങ്ങനെ ഈ വ്രണം പോലെയൊക്കെ ആയിട്ട് പൊട്ടി ഇങ്ങനെ പൊട്ടാനായിട്ട് ഇങ്ങനെ പോലെ നിൽക്കുന്ന രക്തവാത രോഗികളുണ്ട്. പഴകിയവർക്ക് അവർക്ക് ഈ ഗന്ധക രസായനം എന്ന് പറയും, നമ്മൾ ശുദ്ധി ചെയ്തിട്ടുള്ള ഗന്ധകം, അത് നെല്ലിക്ക നീര് ചേർത്ത് കഴിച്ച് ബ്രഹ്മചര്യത്തോടും കൂടി കഴിക്കണമെന്നാണ്. അങ്ങനെ കഴിച്ചാലേ വളരെ രൂഢമൂലമായിരിക്കുന്ന രക്തവാദം പോലും മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. അതും ഒരു പ്രത്യേക ഗുണമാണ് നെല്ലിക്കേൻ്റെ. ഇങ്ങനെ നെല്ലിക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. മൊത്തത്തിൽ നമ്മളെടുത്താൽ നമ്മളെ കായ ചികിത്സയിൽ ഒരു 3-4 അസുഖങ്ങൾ മാത്രമേ നെല്ലിക്ക വേണ്ടാത്തുള്ളൂ. ബാക്കി എല്ലാ അസുഖങ്ങൾക്കും നെല്ലിക്ക ചേരാത്ത ഔഷധങ്ങളില്ല എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ. അതായത് അതിസാരം, പിന്നെ ഹൃദ്രോഗം, ഗ്രഹണി, ഇങ്ങനെയുള്ള ചില അസുഖങ്ങളെ നെല്ലിക്ക കൂടാതെ ഉള്ളൂ. ബാക്കി എല്ലാറ്റിലും നെല്ലിക്ക ചേരേണ്ടതാണ്. പണ്ട് തൊട്ടേ നെല്ലിക്ക കൊണ്ടുള്ള മരുന്നുകൾ പ്രമേഹ രോഗത്തിന് ഉപയോഗിച്ചിരുന്നു. ഇന്ന് വിപണിയിൽ നെല്ലിക്ക കൊണ്ടുള്ള പലതരം ഔഷധങ്ങൾ പ്രമേഹ രോഗ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട്. ധാത്രീരസപ്ലുതാംബ്രാഹ്നേ ഹരിദ്രാം മാക്ഷികാന്വിതാം എന്ന് വിധിക്കുന്നുണ്ട്. ഇത് അഷ്ടാംഗഹൃദയത്തിൽ പ്രമേഹ ചികിത്സയിൽ വാഹടൻ പറയണ വരിയാണ്. ധാത്രീരസപ്ലുതാം പ്രാഹ്നേ, ധാത്രീരസം എന്ന് പറഞ്ഞാൽ നെല്ലിക്ക നീര് എന്നർത്ഥമാണ്. പ്രാഹ്നേ രാവിലെ, ഹരിദ്രാം മഞ്ഞൾ, ഹരിദ്ര എന്ന് പറഞ്ഞാൽ മഞ്ഞളാണ്. അപ്പോൾ നെല്ലിക്ക നീരെടുത്ത് മഞ്ഞപ്പൊടി അതിൽ ചേർത്ത് തേനും കൂട്ടി കഴിക്കാൻ വേണ്ടി ശാസ്ത്രം പറയുന്നുണ്ട്. ഇത് ചെയ്യാറുണ്ട്, നല്ല ഫലമുള്ളതാണ്. ഇന്ന് വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്ന 2 രോഗങ്ങളാണ് പ്രമേഹവും ഹൃദ്രോഗവും. ഈ പ്രമേഹം എന്ന രോഗം വരുന്നൊരു വ്യക്തി വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു ഹൃദ്രോഗ അവസ്ഥയിലേക്ക് നീങ്ങുന്നതായിട്ട് കാണാൻ കഴിയും. ഈ പ്രമേഹ രോഗിയിൽ ആ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ വളരെയധികം വർദ്ധിച്ചിട്ട് ആ ആർട്ടറിയിൽ കൂടിയുള്ള ഈ രക്തപ്രവാഹത്തിന് തടസ്സം വരുത്തുകയും അങ്ങനെ ഈ കൊളസ്ട്രോൾ ലെവൽ അല്ലെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ട് ആർട്ടറികളിൽ ബ്ലോക്ക് ഉണ്ടാക്കുകയും അതുപോലെ കൊളസ്ട്രോളിൻ്റെ വർധനവ് വരുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയെ തുടർന്ന് അതെറോസ്ക്ലിറോസിസ് എന്നറിയപ്പെടുന്ന ഒരു രോഗാവസ്ഥയിലേക്ക് നീങ്ങുകയും
അത് ഹൃദ്രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഈ കൊളസ്ട്രോൾ ഉയർന്നു നിൽക്കുന്ന അവസ്ഥകളിൽ ഈ നെല്ലിക്കയുടെ ഉപയോഗം അല്ലെങ്കിൽ ഈ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നെല്ലിക്കയുടെ ഉപയോഗം കൊണ്ട് ഈ കൊളസ്ട്രോളിനെ തടയുന്നതിനും അതുപോലെ കൊളസ്ട്രോളിൻ്റെ ലെവലിനെ കുറയ്ക്കുന്നതിനും വളരെ ഒരു പരിധി വരെ ഇത് വളരെ സഹായകമായിരിക്കും.